ഹലോ എവ്രിവൺ, ഞാൻ ഡോക്ടർ അമൃത രമേശ്. ഞാനൊരു ഹോമിയോ ഡോക്ടറാണ്, അതോടൊപ്പം തന്നെ ഒരു സൈക്കോളജിസ്റ്റാണ്. SS ഹോമിയോ ക്ലിനിക്കിൽ ചീഫ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മെനോപോസിനെ കുറിച്ചാണ്. മെനോപോസ് എന്ന് പറയുന്നത് ആർത്തവ വിരാമത്തിന് തന്നെയാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്ന് ചുരുക്കി പറയാം. നമ്മൾ മെൻസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് എൻഡ് ചെയ്യുന്ന ഒരു സമയമാണ് നമ്മൾ മെനോപോസ് എന്ന് പറയുന്നത്. അത് യൂഷ്വലി ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു 45 ഇയേഴ്സ് മുതൽ ഒരു 50 ഇയേഴ്സിൻ്റെ ഇടയിലാണ് നോർമലി ഇത് നടക്കാറ്, മെനോപോസ് സംഭവിക്കുന്നത്. പിന്നെ അപൂർവം ചിലരിൽ 40 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സിന് ശേഷം തന്നെ മെനോപോസ് സംഭവിക്കുന്നതായിട്ട് കാണാം. ഇനി അതും അല്ലാതെ ചില ആൾക്കാരിൽ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഫൈബ്രോയിഡ്, യൂട്രസിൽ ഫൈബ്രോയിഡ് ഒക്കെ വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ യൂട്രസും അല്ലെങ്കിൽ ഓവറീസും കൂടെ എടുത്തു മാറ്റുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകും. അങ്ങനെ വരുമ്പോൾ അവിടെ മെൻസസ് പിന്നെ സംഭവിക്കുന്നില്ല. അപ്പം ഈ ഒരു മെനോപോസിനോട് അടുക്കുന്ന സമയത്ത് ഈസ്ട്രോജൻ ഒന്നും അധികം അങ്ങനെ ഉൽപ്പാദനം ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു റീപ്രൊഡക്ഷൻ അതിൻ്റെ കേപ്പബിലിറ്റി ആ ഒരു സമയത്തേക്ക് കുറഞ്ഞു വരും. അപ്പോൾ മെനോപോസിനോട് സംബന്ധിച്ച് തന്നെ കുറച്ച് സിംറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ്ലി ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീരീഡ്സ് നിൽക്കാനാകുമ്പോഴത്തേക്കും ഒരു 1 ഇയർ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് നിൽക്കും. അതൊക്കെ എന്ന് പറയുന്നത് ഈ ഒരു പീരീഡ്സ് എൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ മെനോപോസ് ആകുന്നു എന്നതിൻ്റെ സൂചനയാണ്. അതും പോരാതെ ഇവർക്ക് ഭയങ്കര ചൂടായിരിക്കും, ബോഡി മൊത്തം ഭയങ്കര ചൂടായിരിക്കും. തീരെ തന്നെ ചൂട് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായിരിക്കും ഇവരുണ്ടാവുക. ഇത്തിരി ഫാൻ ഇല്ലാതെ ഇരിക്കുമ്പോഴത്തേക്ക് ഇവരാകെ അങ്ങോട്ട് ചൂടെടുത്ത് തീരെ സഹിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ. പിന്നെ ഇവരിൽ ഡ്രൈ സ്കിന്നാവും, ഭയങ്കര ഡ്രൈനെസ് ആയിരിക്കും, എക്സ്ട്രീം ഡ്രൈനെസ് ആയിരിക്കും. അതുപോലെ തന്നെ യോനിയും ഭയങ്കര ഡ്രൈ ആവും. ഇതിന് പുറമെ ഇവർക്ക് ഇമോഷണൽ ഒരു ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും, ലൈക്ക് അവർ അൺസ്റ്റേബിൾ ആയിരിക്കും ഇമോഷണലി. അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് എക്സാക്ട്ലി അതേപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് വിഷമം വരിക, പെട്ടെന്ന് സന്തോഷം വരിക, അങ്ങനെ മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ടുണ്ടാവും. പിന്നെ ഇവർക്ക് ഇതിന് പുറമേ ആയിട്ട് ഭയങ്കരമായ ഒരു നിരാശയിലേക്ക് പോകുന്ന പോലെ അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. പിന്നെ മെനോപോസിനോടനുബന്ധിച്ച് അവർക്ക് വരുന്ന വേറൊരു സിംറ്റമാണ് ഹോട്ട് ഫ്ലഷ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തലയിൽ നിന്നും ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നത് പോലെ, ഈ ഒരു ഇത്രയും ചൂടിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഓക്കെ ആവുകയും ചെയ്യും. പക്ഷേ ഇവരിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോഴും ഫാൻ പോലും ഇല്ലാതെ അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. ഇനിയിപ്പോൾ ഫാൻ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഭയങ്കര ചൂട് അനുഭവപ്പെടുന്നൊരു സിറ്റുവേഷനിലേക്ക് പോകും. അതുപോലെ തന്നെ ഒന്നാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ടും അതല്ലാതെയും വരുന്നുണ്ട്. രാത്രിയിൽ ഉറക്കക്കുറവ് നന്നായിട്ട് ഇവരെ ബാധിക്കും. എന്നിട്ട് ഇവരിങ്ങനെ വേണ്ടാത്ത ചിന്തകളിലേക്ക് പോവുക, ഒരു ഒറ്റപ്പെടൽ തോന്നുക, ഒരു വിഷാദത്തിലേക്ക് പോവുക, ഇങ്ങനെയൊക്കെയാണ് ഇവരിൽ കാണുന്നത്. ഇവർക്ക് ഭയങ്കര ക്ഷീണവും തളർച്ചയും അനുഭവപ്പെടും. അതുപോലെ തന്നെ യോനിയിൽ ഡ്രൈനസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടുത്തെ അതെന്തുകൊണ്ടാണ് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രജൻ്റെ അളവ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ pH ലെവലിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഇവർക്ക് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് മെനോപോസിനോട് അടുക്കുന്ന സമയത്തുള്ള സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മെനോപോസ് അടുക്കുന്ന സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഈ ഒരു നിരാശയും കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മളൊരു ഇമോഷണൽ സപ്പോർട്ട്, വേറൊരാൾ അവരുടെ ക്ലോസ് ആയിട്ടുള്ള ആരായാലും ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു നല്ല രീതിയിൽ അത് മാനേജ് ചെയ്ത് ഒന്ന് ഓക്കെ ആയിട്ട് വരാനായിട്ട് സഹായിക്കും. അപ്പം എല്ലാത്തിനും കുറ്റപ്പെടുത്താതെ, അവർ പെട്ടെന്ന് ദേഷ്യം കാണിക്കുമ്പോൾ എല്ലാത്തിനും കുറ്റം പറയാതെ ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ മെനോപോസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് മാക്സിമം ഇങ്ങനെ കുറച്ച് എക്സസൈസ്, ചെറിയ ചെറിയ ലളിതമായിട്ടുള്ള എക്സസൈസസ് ചെയ്യുക. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, യോഗ പ്രാക്ടീസ് ചെയ്യാം. ഇതൊക്കെ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ മെനോപോസിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ ഫിസിക്കലി ഓർ മെൻ്റലി എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ കൺട്രോളിലല്ലാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോമിയോപ്പതിയിൽ നല്ല ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. ലൈക്ക് എന്തെങ്കിലും മെൻ്റൽ സപ്പോർട്ടാണെന്നുണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാം. നിങ്ങൾക്ക് ഒട്ടും തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്കലി വേറെ എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനും ട്രീറ്റ്മെൻറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെനോപോസിനെ കുറിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.